നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്താൽ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കുമെന്നാണ്. നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ ഓർത്തുകൊണ്ട് ആ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണുക. നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവാനും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന ഒരു ഇൻഫർമേഷൻസ് ഗൈഡൻസ് ലഭിക്കുവാനും വേണ്ടിയിട്ട് കേട്ടോ. കൂടാതെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണോ വേണ്ടതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കമൻറ്റിൽ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. നിങ്ങളുടെ റിലേഷനിൽ മാറ്റങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കറൻ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നു, അതിന് പ്രപഞ്ചശക്തിയോട് ഞാൻ നന്ദി പറയുന്നു എന്ന് തന്നെ അഫർമേഷൻസ് എഴുതണം. അതും നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടി നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം. നിങ്ങൾക്കത് റെസനേറ്റ് ആവാൻ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ബന്ധങ്ങൾ കണക്റ്റഡ് ആവാൻ, നിങ്ങളുടെ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകളും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകളും നോ കോണ്ടാക്റ്റും നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ലെസ് കോണ്ടാക്റ്റും മറ്റുള്ള തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസും എല്ലാം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അഫർമേഷൻസ് എഴുതാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷനിൽ ഒരു ശക്തമാകുന്ന സ്ട്രോങ് ആകുന്ന ഒരു എനർജി വേണമെങ്കിൽ, നല്ല ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടു കൂടി പോകണമെങ്കിൽ നിങ്ങളുടെ ബന്ധത്തെ നിങ്ങൾ മാറ്റി എഴുതണം. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ നെഗറ്റീവാകുന്ന തോട്ട്സുകളെ മാറ്റി വെച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളുടെ പേഴ്സണെയും നിങ്ങളുടെ ബന്ധത്തെയും കാണുക, ദൈവീകമായിട്ട് അതിനെ കണക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും റിലേഷനിൽ മാറ്റം വരും. അതുപോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക കേട്ടോ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഏഞ്ചൽസ്. അഫർമേഷൻസ് എഴുതിയാൽ അതിൻ്റെ അടിയിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ രേഖപ്പെടുത്തണം. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മാത്രമാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വരികയുള്ളൂ. ഇന്ന് നമ്മൾക്ക് ഈ ഒരു റീഡിങ്സ് എടുക്കാനും അത് നിങ്ങളിൽ എത്തിച്ചേരാനുമൊക്കെ സാധിച്ചത് ഡിവൈൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തിനും ഓരോ സപ്പോർട്ടിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് തന്നെ പോകുക. നിങ്ങൾക്ക് കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരം ഡിവൈൻ നിങ്ങൾക്ക് ഇട്ട് തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടേ ഞാൻ കാണത്തുള്ളൂ. പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ്. മറ്റൊരു എനർജീനെ നമ്മൾ കണക്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അവരുടെ മനസ്സിനകത്തുള്ള, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ചിന്തകളും അവരിലെ വരുന്ന മാറ്റങ്ങളുമാണ് നമ്മൾ റീഡിങ്സിൽ എടുക്കുന്നത്. അപ്പം അത് ജനറൽ റീഡിങ്സ് ആയതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം കണക്റ്റഡ് ആകുന്നോ ഈ ഒരു എനർജിയിൽ, അതനുസരിച്ചായിരിക്കും നിങ്ങൾക്കതിൽ നിന്നും ഒരു പോസിറ്റീവ് ആകുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുന്നത്. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും, നിങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾക്കെല്ലാം നമുക്ക് വ്യക്തമായൊരു പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു എനർജി തന്നെയാണ് കേട്ടോ ടാറോ റീഡിങ്സ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ഒരു ഫ്യൂച്ചർ യാത്രയ്ക്ക് ഏറ്റവും നല്ലൊരു ഗൈഡൻസ് തന്നെയാണ് ടാറോ റീഡിങ്സിൽ നിന്ന് ലഭിക്കുക എന്നതും നിങ്ങൾ മനസ്സിലാക്കുക. പോസിറ്റീവായിട്ട് കണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹെർമിറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്കിതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ജനുവരി മാസത്തിൻ്റെ എനർജി ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുണ്ട്. മാർച്ച് മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ മെയ് മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിൻ്റെ എനർജി ഈ റീഡിങ്സിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഈ മാസക്കാരുടെ എല്ലാം എനർജി ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് നിങ്ങളുടെ വ്യക്തിയുടെയോ ആയ ഒരു എനർജിയാണ് കേട്ടോ. അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ബർത്ത് ഡേറ്റോ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സമയത്തിൻ്റെ എനർജിയോ ഒക്കെ തന്നെയാണ് ആ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ദ ഹെർമിറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഇങ്ങനെ എലോൺ എനർജിയിൽ നിൽക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മുന്നോട്ടേക്ക് പോകുക എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളൊരു പോസിറ്റീവ് എനർജിയിലേക്ക് മാറുക. നിരാശയെയും മറ്റ് നെഗറ്റിവിറ്റീനെയൊക്കെ നിങ്ങൾ എടുത്ത് കളയുക. നിങ്ങളുടെ പ്രതീക്ഷ, ആ ഒരു പേഴ്സൺ ഇപ്പോൾ വരും, ഇന്ന് വരും എന്നൊക്കെയുള്ള ആ ഒരു പ്രതീക്ഷയിൽ നിന്നും നിങ്ങളൊന്ന് വ്യതിചലിക്കേണ്ട സമയമായി എന്നുള്ളൊരു എനർജി നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്.
നിങ്ങൾ ഇപ്പോഴും എലോൺ എനർജിയിൽ എവിടെയാണോ ആ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചത് ആ സിറ്റുവേഷൻസിൽ തന്നെയാണ് നിങ്ങൾ കറൻ്റ്ലി നിൽക്കുന്നത്. നിങ്ങൾ അവിടെ നിന്നും ഒരടി പോലും മുന്നോട്ടേക്ക് പോയിട്ടില്ല. ഒരു പ്രതീക്ഷയോടുകൂടി, അതായത് ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു ആഴത്തിലുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങൾ നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ആ ഒരു പേഴ്സൺ യാതൊരു രീതിയിലും കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നില്ല. കാരണം ആ ഒരു വ്യക്തിക്ക് മുന്നിൽ വഴിമുടക്ക് പോലെ മറ്റ് ചില എനർജികൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ പ്ലാനിങ്ങിൽ നിന്ന് ഈ ഒരു പേഴ്സണെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു പക്ഷേ പേരൻസ് എനർജി ആവാം, അല്ലെങ്കിൽ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളാവാം, അതല്ലെങ്കിൽ സൗഹൃദ ബന്ധത്തിൽപ്പെട്ട വ്യക്തികളാവാം. ഈ പേഴ്സണുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആകുന്ന രണ്ട് വ്യക്തികളുടെ പ്രസൻസ് നിങ്ങൾക്കിടയിൽ ബ്ലോക്കേജ് വരുത്തി എന്ന് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം ഹെൽത്തി റിലേഷനെ ഇപ്പോൾ ഒരു അൺഹെൽത്തി റിലേഷനിലേക്ക് മാറ്റി കിട്ടിയ ഒരു സിറ്റുവേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും നിങ്ങൾ ഇവിടെ കറൻ്റ്ലി വെയിറ്റിങ്ങിലാണ്. നിങ്ങൾ ഒരു കർമ്മ ബേസ് പോലെ, അതായത് ഒരു കാത്തിരിപ്പിൻ്റെ എനർജിയിലാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സമയമായി. നിങ്ങൾക്കൊരു ഒരു പ്രതിജ്ഞാബദ്ധത, ഒരു ആത്മാർത്ഥത കാണിക്കേണ്ട സമയമായിട്ടാണ് നമുക്കിവിടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്ന, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള വഴി ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഇതിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കാതെ ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ മാറേണ്ട സമയമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഒരു പുതിയ തുടക്കത്തിൻ്റെ ടൈമിംഗ് ആണ് ഇനി നിങ്ങൾക്ക് കേട്ടോ. നിങ്ങളുടെ ജീവിത പാതയിൽ പുതിയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് പോലെ ഇനി ഉടനെ വരാൻ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുക. ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് പോകാൻ ശ്രമിക്കുക. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ എനർജി കണക്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ പേഴ്സണ് നിങ്ങൾ അവിടെ വെയിറ്റിംഗ് ആണെന്നും, ഈ ഒരു വ്യക്തി എത്ര സമയം നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ട് നിന്നാലും നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ള ആ ഒരു ചിന്ത തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് യാതൊരു രീതിയിലും ഇമോഷണലി ഡൗൺ ആവാത്ത വിധം ഏറ്റവും ഓക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ടെൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് റീയൂണിയൻ സാധ്യമാണ് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റീയൂണിയൻ നിങ്ങൾക്ക് സാധ്യമാണ്. പക്ഷേ നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മൂവ് ഓൺ ചെയ്യുക എന്നത് തന്നെയാണ്. നിങ്ങൾ മൂവ് ഓൺ ചെയ്താൽ എന്താണ് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട ടൈം കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ജസ്റ്റിസ് ആണ്. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത കപ്പ് ഓഫ് ലവ് അവർ സ്വീകരിച്ചെങ്കിലും നിങ്ങളെക്കാൾ വാല്യൂ മറ്റുള്ളവർക്ക് ഇവർ കൊടുത്ത സ്ഥിതിക്ക് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഈ ഒരു പേഴ്സണിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നത് ഒരിക്കലും പൂർണ്ണതയല്ല. നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. നിങ്ങളിത് മൂവ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടും. അവരെ സംബന്ധിച്ച് കർമ്മ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ ഉണ്ടാകും. അത് അവരെ കണക്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് അവർക്ക് കുറ്റബോധം ഫീൽ ചെയ്യും. നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി അവരിപ്പം നിൽക്കുന്ന ആ ഒരു കംഫർട്ട് സോണിൻ്റെ എനർജി ലോസിലേക്ക് പോകും. അവർക്ക് വീഴ്ചകൾ സംഭവിക്കും. അവർക്ക് കുറ്റബോധം ഫീൽ ചെയ്യേണ്ടി വരും. അവർ തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് വരും. നിങ്ങൾ അവരിൽ ഫോക്കസ് ചെയ്ത് അവർക്ക് എനർജി കണക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കേജുകളും സംഭവിക്കും. അവർ വളരെയധികം പോസിറ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്നുള്ളൊരു എനർജിയാണ് നമുക്ക് ഈ റീഡിങ്സിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഞാനൊരു കാര്യം പറയാം, ഇത് മനോരമയിലോ മംഗളത്തിലോ തുടർക്കഥയൊന്നുമല്ല കേട്ടോ നമ്മൾ വായിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്നലെ പറഞ്ഞതുപോലല്ല ഇന്ന് പറയുന്നതെന്ന്. തീർച്ചയായിട്ടും ഒരിക്കലും കിട്ടില്ല കേട്ടോ. നാളെ നമുക്ക് ഈ റീഡിങ്സ് എടുത്ത് കഴിയുമ്പോൾ മറ്റൊരു എനർജിയിലൂടെ തന്നെ കടന്നു പോകും. കാരണം ആരുടെയൊക്കെ എനർജികളാണ് ഇതിലേക്ക് കണക്റ്റഡ് ആകുന്നതെന്നും ആർക്കൊക്കെയുള്ള ഇൻഫർമേഷൻസ് ആണിതെന്നുള്ളതും നിങ്ങൾ പേഴ്സണലായിട്ട് റീഡിങ്സ് എടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയെ ബേസ് ചെയ്ത് നോക്കിയോ നിങ്ങളത് കണക്റ്റ് ചെയ്യേണ്ടതാണ്. അതല്ലാതെ നമുക്ക് ജനറൽ റീഡിങ്സ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസം ഓരോ വിഷയം എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള എനർജി വരികയും അത് വായിച്ചു പോവുകയും ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ ഇത് തുടർക്കഥയൊന്നുമല്ല ഇന്നലെ വായിച്ചതിൻ്റെ ബാലൻസ് വായിക്കാനായിട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എനർജിയെ ബേസ് ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് കടന്നു പോകേണ്ടി വരും. അതായത് ഒരു ദിവസം തന്നെ എടുക്കേണ്ടി വരും നെക്സ്റ്റ് എന്ന് ചോദിച്ചുകൊണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു തോട്ട്സോടുകൂടി നിങ്ങൾ ഇരിക്കരുത്.
നിങ്ങൾക്ക് ഇന്ന് ഡിവൈനിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഇതായിരിക്കും. നാളെ നമുക്ക് വരുന്നത് മറ്റൊരു ഇൻഫർമേഷൻസ് ആയിരിക്കും, മറ്റാരുടെയെങ്കിലുമൊക്കെ എനർജി ആയിരിക്കും കേട്ടോ. അതേസമയം കുറേ പേര് കണ്ടിന്യൂ ആയിട്ട് ഒരേ എനർജിയിൽ പോകുന്നവരും ഉണ്ട് കേട്ടോ. കറക്റ്റായിട്ട് എല്ലാ ദിവസത്തെ വായനകൾ ക്ലിയർ ആണ്, ഞങ്ങൾക്കത് റെസനേറ്റ് ആണ് എന്ന് പറയുന്നവരുമുണ്ട്. 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവർ ഇമോഷണൽ ബാലൻസ് ലോസ് ആകുമെന്നുള്ളതാണ് കാണുന്നത്. അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് അവർ മാറേണ്ടി വരും. അവർ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ ചിന്തിക്കേണ്ടി വരും. നിങ്ങൾ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ, ആ ഒരു വ്യക്തിയിൽ നിന്നും മാറി അവരുടെ എനർജിയെ നിങ്ങൾ ഒന്ന് വിട്ട് കളയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്യുക കേട്ടോ. നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത്, ആ വ്യക്തിയിൽ മാറ്റം വരുന്നത്. നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്യുമ്പം അവരും ഹീലാവുകയാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ റൈറ്റ് ഹീലിംഗ് എഴുതുന്നത്, അത് ആ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയും അവിടെ എന്താവുകയാണ്, ഹീലാവുകയാണ്. അവർക്കൊരു തിരിച്ചറിവ് വരികയാണ്. അവരെ ഒരു ബ്ലൈൻഡാക്കി നിർത്തിയിരിക്കുന്ന കാർമിക് സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ പിടിപെട്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റെന്തിനോടോ ഒരു അട്രാക്ഷൻ തോന്നി ഒരു മോഹവലയത്തിൽപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളിവിടെ റൈറ്റ് ഹീലിംഗ് ചെയ്യുന്നതനുസരിച്ച് അവർക്ക് ആ ഒരു നെഗറ്റീവിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് റൈറ്റ് ഹീലിംഗ് ചെയ്യൂ എന്ന് പറയണത് കേട്ടോ. ടോക്സിക് സിറ്റുവേഷൻസിലേക്ക് അവർ മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. മാത്രവുമല്ല, നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥത, നിങ്ങൾ ഈ ഒരു റിലേഷനിൽ എത്രത്തോളം പൂർണ്ണതയോടുകൂടിയാണ് നിന്നിരുന്നതെന്നും നിങ്ങളുടെ ഒരു പ്രഷ്യസ്നെസ് കൂടാതെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിയുടെ ഒരു റീയൂണിയൻ സാധ്യമാകുകയാണ് ചെയ്യുന്നത്. എന്താണോ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, ആ ആഗ്രഹിച്ച തലത്തിലേക്ക് നിങ്ങളുടെ റിലേഷനെ കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതനുസരിച്ച് ഇപ്പം നിങ്ങൾ ഏത് അവസ്ഥയിലാണോ നിൽക്കുന്നത് ആ അവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെടുകയും ചെയ്യും കേട്ടോ. അവർ ഒറ്റപ്പെട്ടു പോകാനും അവർക്ക് ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ്ങിൽ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന പോലെ ഒരു കൺഫ്യൂഷൻ, ആ ഒരു ആദി എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരികയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. പേജ് ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ശരിക്കും അവർ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും കേട്ടോ. അവരുടെ ആഘോഷങ്ങൾ, അവർ ആഗ്രഹിച്ചിരുന്ന സിറ്റുവേഷൻസുകളെല്ലാം അവർക്ക് പിന്നെ പ്രാവർത്തികമാക്കുക, അതായത് നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്നതുപോലും അവർക്കൊരു സ്ട്രഗിളിങ് എനർജിയാണ്. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് വിവാഹം, സിംഗിൾ എനർജിയിലുള്ളവർക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്താൽ 100% ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു മാര്യേജ് എനർജിയിലേക്ക് വരേണ്ട വ്യക്തി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാര്യേജ് എനർജി ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളുടെ ഒരു അഡ്വൈസ് ഉണ്ടാകും. നിങ്ങളെ മറ്റാരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുകയും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു എനർജിയും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷനിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ. അത് സിംഗിൾ എനർജി ബേസ് ചെയ്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 10 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഫാമിലിപരമാകുന്ന എനർജികളിലേക്ക് നമുക്ക് കണക്റ്റഡ് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിലേഷനിൽപ്പെട്ട വ്യക്തി ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം, വിദേശത്തോ മറ്റുമായിരിക്കാം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ആ ഒരു എനർജിയിൽ നിങ്ങൾ ആ ഒരു വ്യക്തിനെ എവരി ടൈം ഫോക്കസിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ എപ്പോഴും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും നിങ്ങളെ അവർ അവോയ്ഡ് ചെയ്ത് ഒരു സ്റ്റക്ക് എനർജിയിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ പറയുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഓവർ ഫോക്കസിങ് നിർത്തുക, അവരുടെ ഓവർ കൺട്രോളിങ് എനർജിയിലേക്ക് പോകാതിരിക്കുക. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അത് അഫർമേഷൻസ് ആയിട്ട് എഴുതുക. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷനിൽ മാറ്റം വരിക തന്നെ ചെയ്യും. നമ്മളൊരു വ്യക്തിനെ ഓവർ ഫോക്കസിങ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സണ് നമ്മളെ വാല്യൂ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അവർക്കൊരു ഫ്രീഡം എനർജി, അവർക്കൊരു ടൈം കൊടുക്കുക, ഒരു ഗ്യാപ്പ് എനർജി ഇടുക എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ, ഒരു ടൈം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷനിലും നല്ല രീതിയിൽ ഒരു ശക്തമാകുന്ന ഒരു ഹാപ്പി ഫാമിലി എനർജി, ഒരു ഫോക്കസിങ് വരും. നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയും. ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രാവലിംഗ് എനർജിയിലൂടെ, അതായത് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലംസ്
സ്ട്രെസ്സുകൾ പൂർണ്ണമായിട്ടും അവസാനിച്ച് കിട്ടും. നിങ്ങൾക്ക് അവരൊരു കൺട്രോളിങ് എനർജിയിലേക്ക് നിങ്ങൾക്ക് അവരെ വളരെ നല്ല രീതിയിൽ മാനേജിങ് ചെയ്ത് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓവറായിട്ടൊരു വ്യക്തിയെ ഡിസ്റ്റർബ് ചെയ്യുക, ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കുക, അവരെ വളരെയധികം മാനസിക പിരിമുറുക്കത്തിലേക്ക് കൊണ്ടുവിടുക, ഇതൊക്കെ ചെയ്യുന്നത് തന്നെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയുള്ളൂ. ബന്ധങ്ങളിൽ എത്ര വലിയ അർത്ഥമുള്ള ബന്ധങ്ങളാണെങ്കിൽ പോലും അവിടെയെല്ലാം ഒരു സ്തംഭനാവസ്ഥ ക്രിയേറ്റ് ചെയ്യാമെന്നല്ലാതെ നമുക്കതിൽ നിന്നും ഒരു ലാഭവും ലഭിക്കുകയില്ല. അപ്പോൾ അവിടെ വേണ്ടതും ഒരു സംയമനം തന്നെയാണ് കേട്ടോ. സമാധാനപരമായിട്ടുള്ളൊരു സമീപനമാണ് നിങ്ങൾക്ക് ഫാമിലി എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് എനർജിയിൽ കണക്ട് ചെയ്ത് കിട്ടുന്നത്. അതുപോലെ മൂൺ എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ഒരു പെട്ടുപോകുന്ന ഒരവസ്ഥ, അതായത് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിയുമ്പം അവരുടെ ഉള്ളിൽ വല്ലാത്ത ഒരു ഭയം തോന്നി തുടങ്ങും. കാര്യങ്ങളെ ബാലൻസ് ചെയ്യണം, കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തണം, ബാലൻസ് ചെയ്യണം. അത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ഈ ഒരു പേഴ്സണെ ഫോക്കസ് ചെയ്യുക, അവരുടെ മുമ്പിൽ യാചിക്കുക, അവർ ഏത് രീതിയിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോഴും മറ്റു മാർഗ്ഗങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അവരിലേക്ക് കണക്റ്റഡ് ആകുക, ഒരു ഗ്യാപ്പ് ഇടുക, നിങ്ങളും ഒന്ന് പിന്മാറുക, നിങ്ങളും സ്വയം ഒന്ന് നിങ്ങളോട് തന്നെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു സെൽഫ് റെസ്പെക്റ്റിലേക്കും സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവുക. മാറ്റങ്ങൾ നമ്മൾക്ക് ലൈഫിൽ ഉണ്ടാക്കാൻ 100% സാധിക്കും. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഇമോഷണലി നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡൗൺ ആവുകയാണ്, മാനസിക പിരിമുറുക്കമാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ റൈറ്റ് ഹീലിംഗ് ചെയ്ത് അത് കത്തിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. മാക്സിമം ടൈം നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത് വരെ റൈറ്റ് ഹീലിംഗ് ചെയ്യുക. ആ വ്യക്തിയോട് പറയാനുള്ള കാര്യങ്ങൾ, മറ്റൊരാളോട് എന്തെങ്കിലും തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ പുറമേ ഉള്ളവരോടൊന്നും ഒരിക്കലും ഒരു ബന്ധങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാൻ പോകരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് വലിയ ദുരിതങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി എഴുതുന്നത് പോലെ, ഒരു കഥ എഴുതുന്നത് പോലെ എഴുതി കത്തിക്കുക. നിങ്ങളുടെ പേഴ്സണോട് പറയാനുള്ളതും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, റൈറ്റ് ഹീലിംഗ് ചെയ്ത് എഴുതി കത്തിക്കുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിവിടെ അത് എഴുതി കത്തിക്കുന്നതനുസരിച്ച് അവരും അവിടെ ഹീലാവും. അവരിലേക്ക് ഒരു ടെലിപ്പതി മെസ്സേജ് പോലെ നിങ്ങൾ പറയുന്ന ആ ഒരു റൈറ്റ് ഹീലിങ്ങിൽ നിങ്ങൾ എഴുതി കത്തിക്കുന്നത് അവരിലേക്ക് എത്തിച്ചേരും. തീർച്ചയായിട്ടും അവരുടെ മനസ്സും വ്യതിചലിച്ചു തുടങ്ങും, മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്തു തുടങ്ങും. നിങ്ങളിലേക്ക് അവരെത്രത്തോളം കണക്റ്റഡ് ആവാൻ, നിങ്ങൾക്ക് യോഗമുള്ള ഒരു ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പോൾ സമാധാനപരമാകുന്ന ഒരു സിറ്റുവേഷൻസും മാനിഫെസ്റ്റേഷൻ ഫോക്കസിങ് എനർജിയുമാണ് നമുക്കിവിടെ വേണ്ടത്. അതല്ലാതെ മറ്റൊരാളെ ഡിസ്റ്റർബ് ചെയ്യുക, അവരെ മാക്സിമം നമ്മൾ മെസ്സേജുകൾ അയച്ചും കോൾ ചെയ്തും ഒന്നും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലൊരു ഭയം വരും, അവർ ബാലൻസ് ചെയ്യണമെന്ന് ചിന്തിക്കും. അവർ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഫോക്കസ്ഡ് ആവുക തന്നെ ചെയ്യുമെന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ന്യൂ ബിഗിനിങ് എനർജി, ഒരു പുതിയ തുടക്കം. അത് നല്ല രീതിയിലാണ് കേട്ടോ, വളരെ കോൺഫിഡൻസോടു കൂടിയും ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടു കൂടിയും വളരെയധികം പൂർണ്ണതയോടു കൂടി തന്നെയായിരിക്കും ആക്ഷൻ എടുക്കപ്പെടുക എന്നുകൂടി നമുക്കിവിടെ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറിയാൽ മാത്രമാണ് ഇത് സാധ്യമാകുന്നത് കേട്ടോ. ഓവറായിട്ട് അവരെക്കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കുക, ഒരു റൈറ്റ് ഹീലിംഗ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ മനസ്സിനകത്തുള്ള ആവശ്യമില്ലാത്ത ചിന്തകൾ, ഇമോഷണൽ പരമാകുന്ന ആ ഒരു ഇംബാലൻസിങ് എനർജി, അതെല്ലാം എഴുതി കത്തിച്ച് ചേഞ്ച് ആക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചും അവരുടെ ആ ഉള്ളിലുള്ള കൺഫ്യൂഷൻ, ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് അവർക്കൊരു കൺഫ്യൂസ്ഡ് എനർജി നമുക്ക് കാണുന്നുണ്ട്. ഇത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുമോ, ഇതിനകത്തൊരു വേണോ വേണ്ടേ എന്നുള്ളൊരു പ്രയോറിറ്റിയൊക്കെ ഈ ഒരു ബന്ധത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം എൻജോയ് കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. കോൺഫിഡൻസോടു കൂടി തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ നേരിടാൻ സാധിക്കുക. ഒരു സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ കൈക്കുള്ളിൽ നിൽക്കാൻ പാകത്തിന് ഈ റിലേഷൻ നിങ്ങളിലേക്ക് വന്നു ചേരും. അവരിലും ഒരു പ്രതിജ്ഞാബദ്ധത, ഒരു ആത്മാർത്ഥത, അവർ നൽകേണ്ട ആ ഒരു കെയറിങ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷനിൽ അവരെടുക്കേണ്ട ആ ഒരു റെസ്പോൺസിബിലിറ്റി അവർ തീർച്ചയായിട്ടും ഏറ്റെടുക്കുക തന്നെ ചെയ്യും.
നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അവരെ എത്രത്തോളം ഫോക്കസ് ചെയ്തോ അതുപോലെ നിങ്ങളെ ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യും. നിങ്ങളുടെ പിന്നാലെ ഈ ഒരു വ്യക്തി കണക്റ്റഡ് ആവുക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് ഏഞ്ചൽസ് കാണിച്ചു തരുന്ന മെസ്സേജ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ റീയൂണിയൻ തന്നെയാണ്. അവർ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് റീയൂണിയൻ എനർജിയിലേക്ക് വരും. സൺറൈസിങ് ആണ്. നിങ്ങളുടെ റിലേഷനിൽ എന്തൊക്കെ മാറ്റമാണോ, എത്രയൊക്കെ ടോപ്പ് എനർജിയിലേക്കാണ് ഈ ഒരു റിലേഷൻ എത്തിച്ചേരേണ്ടത് അതെല്ലാം എത്തിച്ചേരും. കാലം നിങ്ങൾക്ക് അനുകൂലമാകും കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഒരു പോസിറ്റീവ്. കാലം നിങ്ങൾക്ക് അനുകൂലമായി ഈ ഒരു റിലേഷനിൽ വലിയൊരു സക്സസ്, നിങ്ങൾക്കൊരു വിജയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും വെക്കരുത്. എല്ലാ രീതിയിലും നിങ്ങളും അറ്റ്ലീസ്റ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തേരെ. സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻസും കിട്ടാത്ത വിധം അവരിൽ നിന്നും പൂർണ്ണമായിട്ട് നിങ്ങളങ്ങ് മാറി നിന്നോളുക. തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ്. എത്രത്തോളം അവസാനിച്ചു പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന റിലേഷനിലും ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷനോട് കൂടിയുള്ളൊരു റീബർത്ത് എനർജി വരും. നിങ്ങൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല. നിങ്ങളുടെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ആ ഒരു ബ്ലോക്കേജ് അവസാനിക്കാനെന്ന് കൂടിയാണ് കാണുന്നത്. കാരണം അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻസും അവർക്ക് ഇല്ലാത്ത വിധം നിങ്ങളൊന്ന് പിന്മാറിയാൽ, ഒന്ന് ഉൾവലിഞ്ഞ് നിന്നാൽ തീർച്ചയായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ അതിന് തയ്യാറാവണം. നിങ്ങൾ ഏത് രീതിയിലാണേലും ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുക. നിങ്ങൾക്ക് സംയമനം പാലിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ റൈറ്റ് ഹീലിംഗ് ചെയ്ത് നിങ്ങളത് കത്തിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. പറയാനുള്ള ഉള്ളതും നിങ്ങൾ അനുഭവിക്കുന്ന പെയിനും നിങ്ങളുടെ മാനസിക പിരിമുറുക്കങ്ങളും എല്ലാം നിങ്ങൾ എഴുതി കത്തിച്ച് നിങ്ങളുടെ വളരെ ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട്, വളരെയധികം ശുദ്ധമാകുന്ന ഒരു മനസ്സോടുകൂടിയ വ്യക്തിയായിട്ട് മാറുക. പിന്നെ നിങ്ങളിലേക്ക് ആ ഒരു ബന്ധം വരുമ്പം നിങ്ങളും അവിടെ ഒരു ബൗണ്ടറി തീർത്തും വളരെയധികം റെസ്പെക്റ്റോടു കൂടി മിതത്വമാകുന്ന രീതിയോടുകൂടി നിങ്ങൾ ആ ഒരു റിലേഷനെ കൈകാര്യം ചെയ്യാൻ പഠിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ അതിൽ നിന്നും ചേഞ്ച് ആവുക തന്നെ ചെയ്യും കേട്ടോ. ഫോർ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വന്നാൽ, നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടാതെ വന്നാൽ നിങ്ങൾക്ക് ആ ഒരു കപ്പ് ഓഫ് ലവ് എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും. ഒരു ഹാപ്പി ഫാമിലി നിങ്ങൾക്ക് ലഭിക്കും. അതായത് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ഹാർട്ട് ബ്രോക്കൺ, നിങ്ങളുടെ ആ ഒരു ഇമോഷണലി ഉള്ള ആ ഒരു ഫെയിലിയർ ഫീലിങ്സിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാനും പറ്റും. ഒരു ഹാപ്പി ഫാമിലി എനർജി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള മതിമറന്ന സന്തോഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും.